ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് HTML വളരെ പ്രധാനപ്പെട്ട ഒരു ടാഗിനെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. പാരഗ്രാഫ് എന്ന ടാഗിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. HTML ഒരു പ്രധാനപ്പെട്ട ടാഗാണ് പാരഗ്രാഫ് ടാഗ്. ഈ ടാഗിനെ HTML വളരെ എളുപ്പമുള്ള ഒരു ടാഗായും നമുക്ക് കാണാം. നമ്മൾ ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കുമ്പോൾ ബ്രൗസർ തന്നെ ആ പാരഗ്രാഫുകൾക്കിടയിൽ ഒരു എംപ്റ്റി ലൈൻ നിർമ്മിക്കും. പി എന്ന ടാഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പാരഗ്രാഫ് എന്ന ടാഗ് ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിൾ നമുക്കിന്നിവിടെ ചെയ്തു നോക്കാം. ഞാനിവിടെ ഒരു 3 പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ HTML ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ 3 പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള പി എന്ന ടാഗാണ്. പി എന്ന ടാഗ് എന്തിനാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. അതായത് ഒരു വെബ് പേജിൽ നമുക്ക് പാരഗ്രാഫ് എന്ന ഭാഗം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് പി. അപ്പം ഞാനിവിടെ 3 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പാരഗ്രാഫ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് പാരഗ്രാഫ്, അതേപോലെ തന്നെ രണ്ടാമത്തെ ഇറ്റ് ഈസ് എ സെക്കൻഡ് പാരഗ്രാഫ്, മൂന്നാമത്തെ ഇതുപോലെ തേർഡ് പാരഗ്രാഫ് എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാനൊരു പ്രത്യേകം പേര്, അതായത് 1.html എന്ന പേരിൽ ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത് ബ്രൗസറിൽ നമുക്ക് ഈ പാരഗ്രാഫ് ടാഗ് ഉപയോഗിക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാൻ എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ 1 എന്ന പ്രോഗ്രാം നമ്മൾ ബ്രൗസറിൽ റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 3 പാരഗ്രാഫാണ് കാണിച്ചു തരുന്നത്. ആദ്യത്തെ 3 പാരഗ്രാഫ് അല്ലെങ്കിൽ 3 ലൈൻസിലാണ് നമ്മൾ ടെക്സ്റ്റ് ഇവിടെ കാണിച്ചിരുന്നത്. ഒന്നാമത്തത് ഇറ്റ് ഈസ് എ ഫസ്റ്റ് പാരഗ്രാഫ്, അതേപോലെ രണ്ടാമത്തെ ഇറ്റ് ഈസ് സെക്കൻഡ് പാരഗ്രാഫ്, മൂന്നാമത്തത് ഇറ്റ് ഈസ് തേർഡ് പാരഗ്രാഫ് എന്ന രൂപത്തിലാണ് കാണിച്ചിരുന്നത്. അതായത് നമ്മളിവിടെ 3 ടാഗായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ബ്രേക്കോ അതല്ലെങ്കിൽ മറ്റു ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ബ്രൗസർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓരോന്നോരോ പുതിയ ലൈൻസ് ആയിട്ട് നമുക്കിവിടെ കാണിച്ചു തരും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു 3 പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്ന് പാരഗ്രാഫ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ടാഗിനും ഇവിടെ ഇതിനും പി എന്ന ടാഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും പി എന്ന ടാഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇവിടെയും ഞാൻ പി എന്ന ടാഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബ്രൗസർ റൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് 3 പാരഗ്രാഫ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ HTML ടാഗോ ഒന്നും ഇതിലേക്ക് പുതിയ പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നില്ല. നമ്മളിവിടെ പി എന്ന ടാഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുപോലെ 3 ലൈൻസിലായിട്ട് വരും. ഇനി നമുക്ക് വേറെ ഒരു പ്രത്യേകത ഇവിടെ നോക്കാം. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സ്പേസ് ചേർത്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ആവശ്യമില്ലാതെ കുറച്ച് ഗ്യാപ്പ്, അതായത് എൻ്റർ അമർത്തിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രൗസറിൽ വെച്ച് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ഒരു മാറ്റവും വരുന്നില്ല. അതായത് ഇവിടെ അഡീഷനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത സ്പേസ്, അതുപോലെ തന്നെ നമ്മൾ അഡീഷനായിട്ട് ഇവിടെ ചേർത്ത് കൊടുത്ത കുറേ ലൈൻസുകളൊന്നും നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഉൾപ്പെടുത്തുന്നില്ല. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പി എന്ന ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അഡീഷനായിട്ട് നമ്മൾ എത്ര ചേർത്ത് കൊടുത്ത സ്പേസ്, അതുപോലെ തന്നെ നമ്മൾ ന്യൂ ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മളെ പേജ് കറക്റ്റ് നമുക്ക് എന്താണോ നമ്മൾ ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് മുന്നിൽ ഇതുപോലെ കാണിച്ചു തരും. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ പ്രത്യേകം ബ്രേക്ക്, അതേപോലെ തന്നെ ബ്രേക്കിന്റെ ടാഗാണ് BR, അതേപോലെ തന്നെ HR എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പുതിയ ലൈൻസ് നമുക്ക് അതിൻ്റെ ഇടയിൽ എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3 ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓരോന്നും ഇതിപ്പോൾ നമ്മൾ റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മൊത്തം ഒരു പേജായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ഓരോ ലൈൻസ് നമുക്ക് പ്രത്യേകം ലൈനായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ വന്ന് BR എന്ന ടാഗ് ചേർത്ത് കൊടുത്താൽ മതി. BR എന്ന ടാഗ് എന്ന് പറയുന്നത് എംപ്റ്റി ടാഗാണ്. അതായത് ഓപ്പൺ ടാഗോ അല്ലെങ്കിൽ ക്ലോസിങ് ടാഗോ ഏതെങ്കിലും ഒന്ന് മാത്രം വരുന്ന ടാഗുകളെയാണ് നമ്മൾ എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 എംപ്റ്റി ടാഗ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, BR എന്ന എംപ്റ്റി ടാഗ്. അപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇത് നോക്ക്, നമ്മൾ എവിടെയാണോ ആ BR കൊടുത്തത് അവിടെ നിന്ന് തൊട്ടിട്ട് നമുക്ക് ന്യൂ ലൈന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയതായിട്ടൊരു ലൈൻസ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിന്
അതിന് നമ്മൾ BR എന്ന ടാഗ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ലൈൻസ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് HR. ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് ഇതിന് ഇടയിലൊരു ലൈൻസ് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ 2 ടാഗുകൾ നമുക്കിതിന് പാരഗ്രാഫിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും നമ്മൾ HTML ഏതൊക്കെ തരത്തിലുള്ള ടാഗുകൾ ഉപയോഗിക്കണോ അതെല്ലാം ഇതിലേക്ക് നമുക്ക് ഈ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് ഫോണ്ടിന് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം ടാഗ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഫോണ്ട് ബോൾഡ് ആക്കണമെങ്കിൽ അതിനുള്ള ടാഗ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് P എന്ന ടാഗിനെ കുറിച്ചാണ്. P എന്ന ടാഗ് പാരഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു വെബ് പേജ് തയ്യാറാക്കുമ്പോൾ അതിൽ നമുക്ക് ഡോക്യുമെന്റേഷൻ്റെ സെക്ഷനിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് P എന്ന ടാഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.